ആണ് നാം പറയുന്നത്. ഇവിടെ റഷീദ് മാഷ് പറഞ്ഞതുപോലെ പുതിയ തലമുറയോടാണ് നാം സംവദിക്കേണ്ടത്. CH എന്തായിരുന്നു, ഏത് കാലത്താണ് CH കേരളത്തിന് നായകത്വം നൽകിയത്, ഏത് കാലത്താണ് മുസ്ലിം ലീഗിന്റെ നേതാവായി CH കേരളത്തിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. നമ്മൾ CH കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്നത് പാണക്കാട് കുടുംബമാണ്. ഏതേത് കാലത്ത് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകാറുണ്ട്. രാഷ്ട്രീയപരമായി കൊണ്ട് നമുക്ക് നായകത്വം നൽകുന്നത് നിയമസഭാ പാർട്ടിയുടെ ലീഡറും ഒക്കെയായി അഹമ്മദ് സാഹിബും അതോടൊപ്പം തന്നെ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിന് ഇന്ന് നായകത്വം നൽകുന്ന ഇന്നത്തെ മുസ്ലിം ലീഗ് പിരിച്ചുവിടാൻ പറഞ്ഞ് ആ മുസ്ലിം ലീഗിന് ഇന്ത്യ രാജ്യത്ത് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞൊരു കാലം. ആ മുസ്ലിം ലീഗ് പിരിച്ചുവിടണമെന്ന് പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ദേശീയ പാർട്ടികളൊക്കെ ആവശ്യപ്പെട്ട കാലത്തും മുസ്ലിം ലീഗുമായി മുന്നോട്ട് പോകുന്നതിൽ ഇനി ഇന്ത്യ രാജ്യത്തൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി നടന്നൊരു കാലമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ആ കാലത്തല്ല. നമ്മൾ അഹമ്മദ് സാഹിബിനെ കാണുന്നത് ഐക്യരാഷ്ട്രസഭയിലാണ്. നമ്മുടെ അഭിമാനമായി കൊണ്ട് ലീഗ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞവർക്ക്, ലീഗിനൊന്നും ഇന്ത്യ രാജ്യത്ത് ചെയ്യാനില്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രതിനിധിയായി ഈ അഹമ്മദ് സാഹിബ് ഇന്ത്യയുടെ പ്രതിനിധിയായി കൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നിൽക്കുന്നതാണ് നമ്മുടെ തലമുറ കാണുന്നത്. അന്നത്തെ നേതാക്കന്മാരെ ഇന്നത്തെ പ്രത്യേകിച്ച് വർത്തമാനകാല തലമുറ അവരിലൂടെയാണ് CH കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതാണ് തെറ്റ്. അന്നത്തെ മുസ്ലിം ലീഗും ഇന്നത്തെ മുസ്ലിം ലീഗ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്ന് മുസ്ലിം ലീഗ് സ്വീകാര്യമാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുസ്ലിം ലീഗിന് നായകത്വം നൽകി ഇന്നത്തെ മുസ്ലിം ലീഗ് കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് കൃത്യമായി തീരുമാനിക്കാൻ കഴിയുന്ന പാർട്ടിയാണ് ലീഗ്. ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചു നോക്കും. ഓരോ സംസ്ഥാനത്ത് ഓരോ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കും അതത് സംസ്ഥാനം ആര് ഭരിക്കണമെന്ന്. പക്ഷേ മുസ്ലിം ലീഗിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതേതര കക്ഷി ഇന്ത്യ ഭരിക്കണമെന്ന കാഴ്ചപ്പാട് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് ഒരേ മുന്നണിയിൽ, ഇന്ത്യ മുന്നണിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ തുടരുന്നത്. ആ മുന്നണിയുടെ ബുദ്ധി കേന്ദ്രവും ആ മുന്നണി എങ്ങോട്ട് ചലിക്കണമെന്ന് തീരുമാനിക്കുന്നതും PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഈ കാലഘട്ടത്തിലല്ല CH ജീവിച്ചത്. CH ജീവിക്കുന്ന കാലഘട്ടം ഏതാണ്? ലീഗിനെ മുന്നണിയിൽ എടുക്കണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്ന കാലം. ലീഗിനെ മുന്നണിയിൽ ഭ്രഷ്ട് കൽപ്പിച്ച കാലം. ദേശീയ പാർട്ടികളൊക്കെ ലീഗിനെ മുന്നണിയിൽ എടുക്കാത്തൊരു കാലം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ദേശീയ പാർട്ടികളൊക്കെ മുസ്ലിം ലീഗിനെ മുന്നണിയിൽ എടുക്കാത്ത കേരള രാഷ്ട്രീയത്തിന്റെ മുന്നണിയിൽ നമുക്ക് ഭ്രഷ്ട് കൽപ്പിച്ച കാലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ മുന്നണിയിൽ എടുക്കണോ വേണ്ടമോ എന്ന് ചിന്തിക്കുന്ന കാലത്താണ് CH ജീവിച്ചത്. അതിനുശേഷം CD സാഹിബിന്റെ മരണം. CD സാഹിബ് സ്പീക്കറായി മരിച്ചതിന് ശേഷം CH സ്പീക്കറാകാൻ മുസ്ലിം ലീഗിന്റെ അംഗത്വം രാജിവെക്കാൻ പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളോട് താഴക്കോട് പഞ്ചായത്തിൽ ഒരു മെമ്പറാകാൻ മുസ്ലിം ലീഗിന്റെ അംഗത്വം രാജിവെക്കണമെന്ന് പറഞ്ഞാൽ കയ്യെത്തും ദൂരത്ത് മാറി നിന്ന് പറയേണ്ടി വരും. അങ്ങനെ കേരളം ചർച്ച ചെയ്തു. അവസാനം CH സ്പീക്കറാകാൻ കേരളത്തിന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതിയിൽ അന്നത്തെ യൂത്ത് ലീഗ് നേതൃത്വം കൃത്യമായും അങ്ങനെ അംഗത്വം രാജിവെച്ചുകൊണ്ട് നമുക്ക് സ്പീക്കർ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞ കാലം. ബാഫക്കി തങ്ങള് ജനാധിപത്യ മതേതര കക്ഷികളിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടുന്നതിനെ ബുദ്ധിപരമായി നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ കാലം. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്കല്ല, അങ്ങനെ CH വരെ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ അധ്യക്ഷനാകാൻ ലീഗിന്റെ അംഗത്വം രാജിവെക്കേണ്ട കാലത്താണ് CH മുസ്ലിം ലീഗിനും ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ വൈറലായി നമ്മുടെ മതേതര കാഴ്ചപ്പാടുകൾ, ഒരു സമൂഹത്തെ എങ്ങനെയാണ് മുസ്ലിം സമുദായം കാണുന്നു എന്ന് ഇന്ത്യക്ക് നോക്കിക്കാണാൻ പറ്റി. നമുക്കൊരു റോൾ മോഡലായി സമർപ്പിക്കാൻ പറ്റുന്ന ജില്ലയാണെങ്കിൽ അങ്ങനെ ഇതര സമുദായങ്ങൾ മലപ്പുറം ജില്ലയെ വളരെ ബഹുമാനത്തോടു കൂടി മുസ്ലിം സമൂഹത്തെ കാണുന്നത് മലപ്പുറം ജില്ലയെ നോക്കിയിട്ടാണെങ്കിൽ, അന്ന് മലപ്പുറം ജില്ല വന്നിട്ടുണ്ടെങ്കിൽ താനൂര് പാകിസ്ഥാൻ പട്ടാളം ഇറങ്ങും, പാകിസ്ഥാൻ കപ്പൽ അവിടെ എത്തുമെന്ന് പറഞ്ഞ കാലം. ആ കാലത്താണ് CH പ്രവർത്തിക്കുന്നത്. ആ കാലത്താണ് CH മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്നത്. ആ CH ആണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഈ വലിയ മാറ്റത്തിലേക്കായത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ എല്ലാ പ്രതിസന്ധിയും ഇന്നത്തെ മുസ്ലിം ലീഗിനെ വിലയിരുത്തിക്കൊണ്ട്, ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് ഇന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മൾ ഉൾക്കൊള്ളുന്ന മുന്നണി വിജയിച്ചാൽ ആ മുന്നണിയുടെ വിജയം മുസ്ലിം ലീഗിനെ അഭിമാനപൂർവ്വം
നമ്മുടെ മുന്നണിയുള്ള പാർട്ടികളും പൊതുജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും പത്രങ്ങളും എടുത്തു വാഴ്ത്തി പറയുന്ന കാലമാണ്. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യമല്ല EMSന്റെ മന്ത്രിസഭയിൽ നിൽക്കുമ്പോഴും മുന്നണിയിൽ നിൽക്കുമ്പോഴും നമുക്ക് 14 നിയമസമാജകരുണ്ട്. പക്ഷേ അന്ന് അങ്ങനെയായിരുന്നില്ല. CH നേതൃത്വം നൽകുന്ന ഒരു കാലം. ആ കാലം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിരാകരിച്ച ഒരു കാലം. ആ കാലത്താണ് CH ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്നത്. ആ കാലത്ത് പ്രവർത്തിച്ച ഒരു നേതാവിന്റെ കാഴ്ചപ്പാട് ഒരു സമൂഹത്തിലുണ്ടാക്കിയ മാറ്റമാണ് ഇന്ന് കേരളത്തിലെ പുതിയ തലമുറയോട് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ പറയേണ്ടത്. നമ്മൾ ആരെയായിരുന്നു ഏറ്റെടുത്തത്? CH CD സാഹിബും ബാപ്പുക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും ഏത് സമൂഹത്തെയാണ് ഏറ്റെടുത്തത്? ഇങ്ങനെ സമ്പന്നമായ സമൂഹത്തിന്, ഏത് സമൂഹത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തെ ആയിരുന്നില്ല മുസ്ലിം ലീഗ് ഏറ്റെടുത്തത്. അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കലാലയമുറ്റം കണി കാണാത്ത, വിദ്യാലയം എന്തെന്നറിയാത്ത, പേരെഴുതാനും വായിക്കാനും അറിയാത്ത ഒരു ജനതയെയാണ് ലീഗ് ഏറ്റെടുത്തത്. അവരെയാണ് CHന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തത്. അവരെ സ്വപ്നം കണ്ടുകൊണ്ടാണ് CH CHന്റെ സ്വപ്നത്തിലൂടെയാണ് ഈ മാറ്റം ഉണ്ടാക്കിയത്. വിദ്യാലയം കണി കാണാത്ത ലീഗ് ഈ സമൂഹം കേരളത്തിൽ അപ്പൊ ഭരിക്കുമ്പോഴും ഒരൊറ്റ തവണയല്ലാത്ത എല്ലാ തവണയും നമ്മൾ ഏറ്റെടുത്ത വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. CHന്റെ കാഴ്ചപ്പാട്, CHന്റെ ഇടപെടൽ, CH സമൂഹത്തിന് സമർപ്പിച്ചത് എന്ത് എന്നത് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു 70 മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാട്? എന്തായിരുന്നു നമ്മുടെ നാടെന്ന് 67 65 മുമ്പ് എന്തായിരുന്നു കേരളത്തിലെ മലബാറിലെ നമ്മുടെ പൂർവികരുടെ സ്ഥിതി എന്നൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഏത് സമൂഹത്തെയായിരുന്നു നമ്മൾ പ്രതിദാനം ചെയ്തത് എന്നതാണ് പരിശോധിക്കേണ്ടത്. ഇന്ന് അഭ്യസ്തവിദ്യരായ മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടിലൂടെ കേരളീയ സമൂഹത്തിന് ഇങ്ങനെ അഭ്യസ്തവിദ്യരായ നിരവധി ചെറുപ്പക്കാരും പ്രായം ചെന്നവരുമുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അവർക്കാണ് നാം നേതൃത്വം നൽകുന്നത്. അന്നത്തെ ഒരു സമൂഹത്തെ ചുറ്റുപാടാണ് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസപരമായി എഴുത്തും വായനയും അറിയാത്തവർ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ തള്ളാവരല് കാണിച്ചു കൊടുത്ത് അവർ പറയുന്നിടത്ത് ഒപ്പുവെക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ മാറ്റം ഉണ്ടായത്. ആ സമൂഹത്തെയാണ് ലീഗ് ഏറ്റെടുത്തത്. ആ സമൂഹത്തിനാണ് CH നേതൃത്വം നൽകിയത്. അവരിലാണ് CH പരിവർത്തനം ഉണ്ടാക്കിയത്. വിദ്യാഭ്യാസത്തിന്റെ മാത്രമല്ല, അമ്പടിക്കാട് ഒരുപാട് തോടുകൾ പോകുന്നില്ലേ, ഒരുപാട് കുളങ്ങളില്ലേ? വെള്ളിയാഴ്ച അല്ലാത്ത എല്ലാ ദിവസവും പാടത്ത് കന്നുകൂട്ടാൻ, പാടം നന്നാക്കാൻ പോകുന്ന കാരണവന്മാർ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നില്ലേ? ചെറിയ 1-2 പാടമുള്ളവർ, അല്ലാതെ തൊഴിലാളികളായി തൊഴിലെടുക്കുന്നവർ, വെള്ളിയാഴ്ച വരെ ലീവില്ലാതെ അവധിയില്ലാതെ പോകുന്നവർ, വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കന്നുകൂട്ടലും പാടത്തപ്പണിയും ഒഴിവാക്കി ഉടുത്ത തുണി അലക്ക് സോപ്പ് കൊണ്ട് ഉണക്കി തോർത്തുമുണ്ടിൽ നിന്ന് പള്ളിയിലേക്ക് തുണി പുതച്ചു പോകുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അമ്മണിക്കാടും താഴക്കോടും മലനെല്ലൂരും മലപ്പുറത്തും ഒരു തുണിയെടുത്ത് തുണി മാറ്റിയെടുക്കാനില്ലാത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്നവരിൽ 40 വയസ്സിന് താഴെയുള്ളവർ ബ്രാൻഡഡ് ഷർട്ട് അല്ലാത്ത ധരിക്കുന്നവരാരുമില്ല. ഉടുത്ത തുണി മാറ്റിയെടുക്കാനില്ലാത്ത ഒരു സമൂഹത്തിലാണ് പരിവർത്തനം നടത്തിയത് CHന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ്. ഈ ഉടുത്ത തുണി ഒന്ന് ഉണങ്ങിയിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ. ആ ദൂരം നടന്നു പോകുമ്പോ ഉടുത്ത തുണി തോർത്തുകൊണ്ടെടുത്തതിന്റെ മുകളിൽ തുണി കൊണ്ട് പുതച്ച് വാഷിംഗ് സോപ്പ് കൊണ്ട് സാബൂൻ കൊണ്ട് കുളിച്ചൊരു സമൂഹത്തെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയത്. ആ മാറ്റത്തിന്റെ ചാലക ശക്തിയുടെ വ്യക്തിയുടെ പേരാണ് മഹാനായ CH. അങ്ങനെ ഉണ്ടാക്കിയ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്തല്ല, സാമൂഹികപരമായ മാറ്റം. എല്ലാറ്റിനും നമുക്ക് ഭ്രഷ്ട് കൽപ്പിച്ച ഒരു കാലത്ത് നാം ഉണ്ടാക്കിയ വലിയ മാറ്റം. വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ നാസർക്ക് പറഞ്ഞു 10ാം ക്ലാസ് വിദ്യാഭ്യാസം സൗജന്യമാക്കിയെന്ന്. മലബാറിൽ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സമൂഹം CH ഏതെങ്കിലും പൊതുയോഗത്തിന് പോയാൽ, പൊതുയോഗം കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുപ്രമാണിമാരൊക്കെ മാറി നിൽക്കും. കാരണം എന്താണ്? CH വരെ സ്കൂൾ തുടങ്ങാൻ പറയും. അപ്പൊ CH സ്കൂൾ തുടങ്ങാൻ പറയും. ഇന്നൊരു സ്കൂൾ കിട്ടാൻ വേണ്ടി
വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പിന്നില് നെട്ടോട്ടോടാണ്, ക്യൂ നിൽക്കുകയാണ് ആളുകൾ. എന്ത് വേണമെങ്കിലും ചെയ്യും. അന്ന് വിദ്യാഭ്യാസം കച്ചവടമല്ല, വിദ്യാഭ്യാസം ലാഭമുള്ള ഒരു സംഭവമല്ല. ഓരോ പ്രദേശത്തും നിങ്ങളുടെ തായക്കോട് സ്കൂള്, അതുപോലെ തന്നെ കരിങ്കലത്താണി സ്കൂള്, ഇതൊക്കെ ഉദ്ഘാടനം ചെയ്ത് CH ഒരു ഗവൺമെന്റ് സ്കൂള് CH ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അന്നത്തെ പണക്കാരൊക്കെ CHന്റെ പുതിയ പരിപാടി കഴിഞ്ഞാൽ CHനെ കാണാതെ മാറി നിൽക്കും. കാരണം നിർബന്ധിച്ച് സ്കൂൾ എടുപ്പിക്കും. അങ്ങനെ പ്രാദേശികമായി ഇടപെടൽ നടത്തിക്കൊണ്ട് നമ്മുടെ LP സ്കൂളുകൾ ആരംഭിച്ചു. അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ ഒരു സമൂഹം. ആ സമൂഹം അന്ന് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന ഭാഷയും വിദ്യാഭ്യാസവും ഒക്കെ നിരാകരിച്ചവരാണ്. അങ്ങനെ നിരാകരിക്കാത്ത ചില മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്. അവർക്ക് വിദ്യാഭ്യാസപരമായി പുരോഗതി കൈവരിച്ചു. നമ്മളോ അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസത്തെയും അവരുടെ സംസ്കാരത്തെയും ഒന്നും നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. ഗോവ പോലുള്ള സംസ്ഥാനത്ത് അന്നും ബ്രിട്ടീഷുകാരെല്ലാം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. മലബാറും കേരളവും നമുക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസം വരെ സ്വീകരിക്കാൻ തയ്യാറായില്ല. നിങ്ങളുടെ നാട്ടിലെ സമര പോരാളികളെ, ആയിക്കോട്ടെ സമര പോരാളികളെ, അതുപോലെ തന്നെ കരിങ്കല്ലത്താനുള്ള സമര പോരാളികളെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നത്, നാട്ടുകല്ല് പോലീസ് സ്റ്റേഷൻ കത്തിച്ച ആളുകളെ വെടിവെച്ചു കൊന്നത് അലനല്ലൂരിലെ മുണ്ടത്ത് പള്ളിയുടെ പരിസരത്തുള്ള നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ പ്രദേശത്താണ് വെടിവെച്ചു കൊന്നത്. സുഫി സാഹിബിന്റെ ഫാമിലിയുള്ള ചളവറ കുഞ്ഞിക്കമ്മ ഉൾപ്പെടെയുള്ള ആളുകളെ. ഞാൻ പറയുന്നത് സമര പോരാട്ടം നടത്തിയ ഒരു ഭൂമിയിൽ, എല്ലാം നശിക്കപ്പെട്ട ഒരു ഭൂമിയിൽ, ആരാലും ഏറ്റെടുക്കാനില്ലാത്ത ഒരു സമൂഹത്തെയാണ് CH എടുത്തത്. മുസ്ലിം ലീഗ് ഏറ്റെടുത്തത്. ലീഗും CH-നെയും മാറ്റി പറയാൻ കഴിയില്ല, ചേർത്ത് പറയേണ്ടതാണ്. അങ്ങനെ ഒരു സമൂഹത്തെയാണ് ഏറ്റെടുത്തത്. എല്ലാം തകർന്നു പോയൊരു സമൂഹത്തെ, ആ സമൂഹത്തെ ഏറ്റെടുത്തുകൊണ്ട് അവരിലാണ് വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയത് ലീഗ്. CH-ന്റെ വിദ്യാഭ്യാസ വിപ്ലവമാണ് ഇന്ന് കേരളത്തിൽ ഞാൻ പറഞ്ഞത് LP സ്കൂളിലേക്ക്, പിന്നീട് ഹൈസ്കൂളിൽ, പിന്നെ മുസ്ലിം ലീഗിന്റെ തുടർച്ചയായി ET വന്നു, സൂഫിക വന്നു, ഉൾപ്പെടെ നമ്മള് ഹൈസ്കൂളില്ലാത്ത പഞ്ചായത്തുകളിൽ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് തുടർച്ചയായി CH-ന്റെ ട്രാക്കിലൂടെ ലീഗ് സഞ്ചരിച്ചപ്പോഴാണ് വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പുരോഗതി കൈവരിച്ച ഒരു മാപ്പിളയുണ്ടായത്. 80-കളിലെ സിനിമ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. എന്റെ ചെറുപ്പക്കാരൻ, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് വിവരം ശേഖരിക്കാമല്ലോ. 80-ലെ സിനിമ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കള്ളി മുണ്ടെടുത്ത പച്ച ബെൽറ്റ് കെട്ടിയ മൊട്ടയടിച്ച മാപ്പിളയിലാണ്, മാപ്പിള എന്ന പരിഹാസ കഥാപാത്രത്തിലാണ് മുസ്ലിം ലീഗ് CH-ലൂടെ നമ്മൾ ഉണ്ടാക്കിയ മാറ്റമാണിത്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഇതിന്റെ ചാലകശക്തി ലീഗാണ്. ഈ ചാലകശക്തി ലീഗ് അല്ലാതെ ആര്? ഏതെങ്കിലും മറ്റ് സംഘടനകൾ പറയുകയാണെങ്കിൽ 2 വടികൾക്കപ്പുറത്ത് അങ്ങ് വാളയാർ ചുരത്തിനപ്പുറത്തുള്ള ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ മുത്തങ്ങയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. എന്താണ് അതിനപ്പുറത്ത് ഇങ്ങനെ സാധ്യമാകാത്തത്? നമുക്ക് ഈ പുരോഗതികളൊക്കെ കിട്ടിയപ്പോ കുട്ടികൾ കരുതുന്നത് ഇതെല്ലായിടത്തും ഉള്ളതാണ്. ഇത് 14-ാം രാവിന്റെ വെളിച്ചത്തിൽ ആകാശത്തു നിന്ന് മാലാഖമാർ സമർപ്പിച്ചതല്ല. അതത് കാലത്ത് CH-ലൂടെ, CD സാഹിബിലൂടെ അതത് കാലത്ത് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ രാഷ്ട്രീയ പോരാട്ടം നടത്തി കണക്ക് പറഞ്ഞു വാങ്ങിയതാണ് നമ്മുടെ പുരോഗതി. ആ പുരോഗതിയുടെ ആളുകൾ നമ്മളാണെന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടാക്കണം. അത് പുതിയ തലമുറയോട് സംവദിക്കണം. 40 വയസ്സുള്ള കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം CH-ന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കാൻ, CD സാഹിബിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ, ലീഗിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ, ബാഫുക്കി തങ്ങളുടെ ഇടപെടൽ പറഞ്ഞു കൊടുക്കാൻ, പൂക്കോയ തങ്ങളുടെ നിലപാട് പറഞ്ഞു കൊടുക്കാൻ. കേട്ട് അടുത്തൊരു സമൂഹത്തിൽ നിന്ന് പുതിയൊരു തലമുറയിലേക്ക് നാം മാറണം. അത് അസാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല. മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്ന ടാർഗറ്റുകളും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾ, നമ്മുടെ ക്യാമ്പയിൻ നമുക്ക് കേരളത്തിലും മലബാറിലും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് പുതിയ തലമുറയെ ആർക്കും കിട്ടാത്ത ഒരു 10 മിനിറ്റ് കൂടുതൽ ആർക്കും കിട്ടാത്ത ഒരു കാലത്ത് ആ പുതിയ തലമുറയോട് നാം സംവദിക്കാൻ തയ്യാറാകണം. CH-നെ കുറിച്ച് അവരോട് പഠിക്കാൻ പറയണം. CH-നെ കുറിച്ച് നമ്മൾ അവരോട് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാക്കി. അറബി ഭാഷ CH-നെ കുറിച്ച് നമ്മൾ എന്തെല്ലാം അധിക്ഷേപങ്ങൾ കേട്ടു. അറബി ഭാഷക്ക് അധ്യാപകരെ നിയമിക്കുന്ന സമയം, ആ സമയത്ത് പറഞ്ഞത് എന്താണ്? CH സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൊട നന്നാക്കുന്നവരെയും ചെരുപ്പ് നന്നാക്കുന്നവരെയും അധ്യാപകരാക്കിയിട്ടുണ്ടെന്നാണ്.
ആ അറബി ഭാഷ സംരക്ഷിക്കാൻ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നടത്തിയ പോരാട്ടം ഇന്ത്യയുടെ ലോകത്തിന്റെ ചരിത്രത്തിൽ അറബി ഭാഷ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ട് സമര പോരാട്ടം നടത്തി 3 ആളുകളെ ബലി കഴിപ്പിച്ച് അറബി ഭാഷ നിലനിർത്തിയത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മതസംഘടനക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ? ഇത് നമ്മുടെ പോരാട്ടത്തിനാണെന്ന് ഇത് നമ്മളൊന്ന് വിശ്വസിച്ച് ഞങ്ങളെ മരക്കാർ മൗലവി പറയും, മനസ്സിലുറപ്പിച്ച് നാക്കുകൊണ്ട് വെളിവാക്കി പറയുക എന്ന്. ഇതൊന്ന് മനസ്സിലുറപ്പിച്ച് നാക്കുകൊണ്ട് വെളിവാക്കി പറഞ്ഞ് നമ്മുടെ CH-നെ പുതിയ തലമുറയിലേക്ക് നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട വർത്തമാന കാലത്തിന്റെ അനിവാര്യത നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടാകാം മലപ്പുറം ജില്ലയിൽ CH-ന്റെ അനുസ്മരണം ഇങ്ങനെ വിപുലമായി ഈ പഞ്ചായത്ത് കമ്മിറ്റിയും നടത്തുന്നത്. അതുകൊണ്ട് പുതിയ തലമുറയോട് പറയണം, അറബി ഭാഷയിൽ മലപ്പുറം അറബി ഭാഷ അതിനുശേഷം ഉണ്ടായ പോരാട്ടം, മലപ്പുറത്തെ വെടിവെപ്പല്ല, നിങ്ങളൊക്കെ അതിൽ പങ്കെടുത്തവരും ആ സമരത്തെ നേരിട്ടറിഞ്ഞവരും ഒക്കെ ആളുകൾ ഉണ്ടാവും. ഇന്ന് താഴക്കോട് പഞ്ചായത്തിൽ ഇതിന്റെ ആളുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ വരെ അത് സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അറബി ഭാഷ കേരളത്തിൽ അങ്ങനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ, ഈ മുസ്ലിം കുട്ടികൾക്ക് അന്ന് നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തൊക്കെ അന്ന് നമ്മുടെ തൊഴിലെന്ന് പറഞ്ഞാൽ പാടത്തെ പണി മാത്രമാണ്. ഉമ്മയിപ്പി പാടത്തെ പണിക്ക് പോയിട്ട് ഈ കുട്ടി ചെറിയ കുട്ടനെ നോക്കാം, വലിയ കുട്ടനെ നിർത്തും, 2 കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടി മുടങ്ങും. അപ്പൊ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെയ്തത് എന്താണ്? അന്ന് മുസ്ലിം കുട്ടികൾക്ക് മാത്രം വസ്ത്രം കൊടുത്തു, സ്കോളർഷിപ്പിന്റെ കൂടെ തന്നെ വസ്ത്രം കൊടുത്തു. അതുപോലെ തന്നെ പട്ടികജാതിക്കാർക്ക് ഗ്രാന്റ് കൊടുത്തു. അന്ന് ഈ ഉടുപ്പ് വാങ്ങാൻ വേണ്ടി കൊണ്ട് കുട്ടികൾ വന്നിരുന്നു. ഇന്നിപ്പോ കുട്ടികൾക്ക് സ്കൂളിന്റെ ഓഫർ ബസ് വരും, അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും കൊടുക്കും. അന്നത്തെ കാലത്ത് കുട്ടികളെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ നടത്തിയ ഇടപെടല, CH-ന്റെ ഇടപെടല വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ. അങ്ങനെ പുരോഗതി കൈവരിച്ചു. പിന്നെയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കോളേജുകളില്ലാത്തടത്ത് കോളേജ്. മണ്ണാർക്കാട് MES കോളേജിൽ പഠിച്ചവരില്ലേ? മണ്ണാർക്കാട് MES കോളേജ് നൂറുൽ സബാൻ മദ്രസയുടെ പേര് ഓർക്കുന്നില്ല, അവര് മദ്രസയാണ് ലീഗ് മാറ്റം ഉണ്ടാക്കിയത്. CH ഉദ്ഘാടനം ചെയ്തത് മണ്ണാർക്കാട് MES കോളേജ് ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കവാടമായി നമ്മുടെ സമുദായം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചല്ലേ. ആ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു മദ്രസയാണ് പിന്നീട് കോളേജായി പരിവർത്തനം ചെയ്ത് ഈ മണ്ണാർക്കാടിന്റെയും ഈ പ്രദേശത്തിന്റെയും ഒക്കെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പറ്റിയ ഒരു കലാലയമാക്കി മാറ്റിയെടുത്തതും പ്രിയപ്പെട്ട CH ആണ്. അങ്ങനെ എത്ര കോളേജുകൾ, മമ്പാട് കോളേജ്, PTM കോളേജ്, ഇങ്ങനെ കോളേജുകൾ, ഇതെല്ലാം വന്നത് നാം പറയണം പുതിയ തലമുറയോട് നാം സംസാരിക്കണം. CH-നെ പരിചയപ്പെടുത്തണം. CH-ന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണിത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എങ്ങനെ കിട്ടിയതാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. നമ്മളൊക്കെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചാർജുള്ള ആളുകൾ നമ്മളൊക്കെ പോയിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചർച്ചയാകുന്നു, മലപ്പുറം ജില്ല ചർച്ചയാകുന്നു. മലപ്പുറം ജില്ല CPM ഔദാര്യം കൊണ്ട് മുസ്ലിം ലീഗിന് തന്നതല്ല. മലപ്പുറം ജില്ല എന്നുള്ളത് മുന്നണി ബന്ധം ഉണ്ടാക്കുമ്പോൾ എഴുതി വെച്ച നിബന്ധനകളുടെ ഭാഗമായിക്കൊണ്ട് മലപ്പുറം ജില്ലയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം ചെയ്യുമ്പോ മലപ്പുറം ജില്ലയിൽ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EMS എന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ട് പോലും സഖാവ് EMS നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ല. ഇതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു ധാരണയില്ലെന്ന് പറഞ്ഞു. ഒന്നാണ് ബാഫക്കി തങ്ങള് മാതൃഭൂമി പത്രം എഴുതി ആദ്യം EMS നിരാകരിച്ചു. അങ്ങനെ മലപ്പുറം ജില്ല നൽകാമെന്ന് പറഞ്ഞിട്ടില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബാഫക്കി തങ്ങള് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ മഹാനവറുകളുടെ നീളം കുപ്പായത്തിൽ നിന്ന് വാക്പൻ സെറ്റ് എടുത്തുകൊണ്ട് അത് EMS-ഉം CH-ഉം അതുപോലെ തന്നെ നേതാക്കന്മാരും ഉണ്ടാക്കുന്ന മുന്നണി ധാരണ റെക്കോർഡ് ചെയ്തത് വെച്ചുകൊടുത്ത് അന്നാണ് കേരളത്തിന്റെ മുത്തശ്ശി പത്രം എഴുതിയത്. ഇന്ന് മാതൃഭൂമി പത്രത്തിന്റെ ലൈബ്രറിയിൽ പോയി നോക്കിയാൽ അറിയാം, EMS-ന്റെ രാഷ്ട്രീയ കൗശലം പരാജയപ്പെടുത്തിയ കേരളത്തിലെ ഏക നേതാവ് സയ്യിദുറഹ്മാൻ ബാഫക്കി തങ്ങളാണെന്ന് എഴുതിയത് ചന്ദ്രികയല്ല. നമ്മൾ ചരിത്രം പഠിക്കണം. അങ്ങനെ ചോദിച്ചു വാങ്ങിയതാണ് മലപ്പുറം ജില്ലയും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും. ഇതെല്ലാം CH-ന്റെ പങ്കാണ്, ഇതെല്ലാം CH-ന്റെ കാഴ്ചപ്പാടാണ്. ഈ സമുദായത്തിന്റെ പുരോഗതി CH അനുസ്മരണം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണി കാണാത്ത അന്യം നിന്ന ഗ്രാമങ്ങളുടെ ചരിത്രങ്ങൾ CH-ന്റെ ചരിത്രത്തിനൊപ്പം ചേർത്ത് വെക്കാതെ CH-നെ ഓർക്കാൻ കഴിയില്ല.
അങ്ങനെ വലിയ പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധിച്ചത് CH എന്ന മഹാനെന്ന വ്യക്തിയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലും ഇടപെടലിലൂടെയുമാണ്. അങ്ങനെ ഞാൻ പറയുന്നത് വീണ്ടും പറയുന്നത്, ഇന്നത്തെ മുസ്ലിം ലീഗിന് സ്വീകാര്യതയുള്ള ഇന്നത്തെ കാലത്തല്ല നമ്മൾ CH പ്രവർത്തിച്ചത്. ഇന്ന് കേരളത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ പങ്കുകൊണ്ടാണ് നമ്മുടെ മുന്നണി വിജയിക്കുന്നത് എന്ന് നമ്മളല്ല പറയുന്നത്, പത്രങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസും ഉൾപ്പെടെ പറയുന്ന കാലം, ലീഗിനെ മുന്നണിയിൽ തന്നെ എടുക്കണ്ട എന്ന് പറയുന്ന കാലം, സീരിയസ് ആയിട്ട് സീറ്റിലേക്ക് നമ്മൾ സ്പീക്കർ ആകണമെങ്കിൽ CH സ്പീക്കർ ആകണമെങ്കിൽ CH പാർട്ടിയുടെ അംഗത്വം രാജിവെക്കണമെന്ന് പറഞ്ഞ കാലത്താണ്, പ്രതിസന്ധികൾക്കിടയിലാണ് CH ഇത് ഏറ്റെടുക്കുന്നത്. CH ഈ മാറ്റമുണ്ടാക്കുന്നത് ഈ സമൂഹത്തിൽ, CH ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്നത്. പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു, ഉപമുഖ്യമന്ത്രിയാകുന്നു, സ്പീക്കറാകുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് നാട്ടിലേക്ക് വരാൻ വണ്ടിക്കൂലിയില്ലാതെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അഭിമാനത്തോടെ പറയണം യൂത്ത് ലീഗുകാർ, ആദർശം പറയുന്നവരോട് ലീഗിന് ക്ലാസ് എടുക്കുന്ന ആളുകളോട് പറയണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം പിഞ്ഞുപോലെ വലിച്ചെറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ വണ്ടിക്കൂലി ഇല്ലാത്ത കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് CH. ആ നേതാവിന്റെ അനുയായികളാണെന്ന് അഭിമാനത്തോടെ പറയാൻ മുസ്ലിം ലീഗുകാർക്ക് കഴിയും. തിരിച്ചു വരാൻ പണമില്ലാതെ കാത്തിരിക്കുമ്പോൾ, എങ്ങനെ തിരിച്ചു വരണം എന്നറിയാതിരിക്കുമ്പോഴാണ് ബേബി ജോൺ എന്ന് പറയുന്ന മന്ത്രിസഭയിലെ ബേബി ജോണിന്റെ അടുത്തേക്ക് ആളെ വിടുന്നു, ഫോൺ ചെയ്ത് വിളിച്ചുകൊണ്ട് തിരിച്ചു വരാൻ പണമില്ലെന്ന് പറയുന്നു. ബേബി ജോൺ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലാണ് രേഖപ്പെടുത്തിയത്, ഒരു മുഖ്യമന്ത്രിയിലേക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ച് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഇല്ലാത്തതിന്റെ പേരിൽ, തിരിച്ചു പോരാൻ വണ്ടിക്കൂലിക്ക് വായ്പ വാങ്ങേണ്ട ബുദ്ധിമുട്ടുണ്ടായ ഒരു മുഖ്യമന്ത്രിയുടെ പേരാണ് CH. ഇന്നത്തെ മുഖ്യമന്ത്രി ഭാര്യയുടെ പെൻഷൻ കൊണ്ട് വലിയ കമ്പനി വാങ്ങുന്ന മുഖ്യമന്ത്രി. അതുപോലെ തന്നെ എന്നല്ല ഇന്നത്തെ ഭരണത്തെ ഒന്ന് താരതമ്യം ചെയ്യേ, ഇന്നത്തെ കാലത്തെ ഒന്ന് താരതമ്യം ചെയ്യേ. അങ്ങനത്തെ ഒരു CHന്റെ അനുയായികളാണെന്ന് പുതിയ തലമുറയോട് സംവദിക്കാൻ നമുക്ക് കഴിയണം. ഈ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് സമുദായത്തിനെയും മാറ്റിയെടുത്ത അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുള്ള, കൃത്യമായും നയപരമായ ഇടപെടലിലൂടെ CH ഉണ്ടാക്കിയ മാറ്റമാണ്. ആ പാതയിലാണ് മുസ്ലിം ലീഗ് ഇന്നും സഞ്ചരിക്കുന്നത്. നമ്മൾ പാട്ട് പാടാറുണ്ട്, പോലീസിൽ പോലും ചേരുവാൻ പോലും പറ്റാത്ത കാലത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനവും തന്നല്ലേ പോയ CH എന്ന്. പോലീസിൽ പോലും ചേരുവാൻ പോലും പറ്റാത്ത കാലത്ത് ഉപമുഖ്യമന്ത്രി സ്ഥാനവും തന്നല്ലേ പോയ CH. നമ്മളൊക്കെ MSF വന്നപ്പോ പാട്ട് പാടിയതാ. പോലീസിൽ പോലും ചേരാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു സമൂഹത്തിന്, അതും ചോദിച്ചു വാങ്ങിയത് CH. 12% സംവരണം ഉണ്ടാക്കി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് പോലീസിൽ ചേരാൻ അവസരമില്ലാത്ത കാലത്ത് പോലീസിന്റെ മന്ത്രിയായി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി നക്സലൈറ്റ് കേരളത്തിൽ അടച്ചു വാഴുമ്പോൾ, എന്റെ വലിയപ്പാക്കൊക്കെ നക്സലൈറ്റിന്റെ കത്ത് വന്നതാ. മുണ്ടൂര് രാവുണ്ണിയുടെ തല കൊയ്യുന്ന കാലം, നക്സലൈറ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾ മൂത്രമൊഴിച്ച് പേടിക്കുന്ന കാലം. കേരളത്തിൽ പല നേതാക്കന്മാരും, ലീഗ് അല്ലാത്ത നേതാക്കന്മാർ, കെ മുരളീധരനെ ഞങ്ങള് മണ്ണാർക്കാട് CHന്റെയും അതുപോലെ തന്നെ ശിയാബ്ദങ്ങളുടെയും അനുസ്മരണത്തിന് കൊടുത്തിരുന്നു. ശ്രീ കെ മുരളീധരൻ പറഞ്ഞു, കേരളത്തിൽ നക്സലൈറ്റുകളുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായതും അതോടൊപ്പം തന്നെ CH ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതുകൊണ്ടാണ് നക്സലൈറ്റുകളെ നിയന്ത്രിക്കാൻ സാധിച്ചതെന്ന്. നമ്മൾ പറഞ്ഞത് വിവാദമാവും, നേരെ മറിച്ച് മുരളി പറഞ്ഞപ്പോൾ വിവാദമായില്ല. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള നല്ല ഭരണാധികാരി മരിച്ച് തിരിച്ചു വന്ന് അദ്ദേഹത്തെ കേരളം കണ്ണീരോടെ ഏറ്റുവാങ്ങുന്ന ഒരു സമയമുണ്ട്. ഹൈദരാബാദിൽ നിന്ന് മരിച്ച് തിരിച്ചു വന്ന് അദ്ദേഹത്തെ കണ്ണീരോടെ കേരളം ഏറ്റുവാങ്ങുന്ന കാലത്ത് മന്ത്രിമന്ദിരത്തിൽ നിന്ന് തിരിച്ചു പോരാൻ പണമില്ലാതെ നിന്ന ആ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ബാങ്കിന്റെ ജപ്തി നോട്ടീസാണ്. മുഖ്യമന്ത്രി താമസിച്ച വീട് ജപ്തി ചെയ്യേണ്ട സാഹചര്യം,
ലീഗ് ഏറ്റെടുക്കുന്നു. എന്താ പ്രിയമുള്ളവരെ, ഈ CH മാത്രം പരിചയപ്പെടുത്തിയാൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ, നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ, നിങ്ങളുടെ ചങ്ങാതിക്കൂട്ടങ്ങളിൽ, നിങ്ങളുടെ ക്ലബ്ബുകളിൽ, നിങ്ങളുടെ സംഘങ്ങളിൽ ഈ CH ലീഗിനെയും ഒന്ന് പരിചയപ്പെടുത്തിയാൽ, ഇതാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ, രാഷ്ട്രീയവാദം കൊണ്ട് കുട്ടികൾ നിൽക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ മാത്രം സജീവമാകുമ്പോൾ, സാമൂഹിക മാധ്യമത്തിലെ ഇടപെടൽ അനിവാര്യമാണ്. അതിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ മുസ്ലിം ലീഗ് എന്തെല്ലാം മാറ്റമുണ്ടാക്കി എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന നിരവധി നേതാക്കന്മാരുണ്ട്. അതിന് CH അനുസ്മരിച്ചാൽ മാത്രം നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. ആളുകൾ കാണുന്നത് നമ്മൾ ഒറ്റയ്ക്കുള്ള യോഗമായതുകൊണ്ട് പറയാം, മുസ്ലിം ലീഗിനെയും CPM-നെയും കോൺഗ്രസിനെയും എല്ലാം ഒരുപോലെയാണ് കാണുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുന്നത്. കാരണം എന്താണ്? പൊതുജനം കാണുന്നത് തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണിയായി എല്ലാവരും മത്സരിക്കുന്നു. CPM മത്സരിക്കുന്നു, ലീഗ് മത്സരിക്കുന്നു, മുന്നണിയായി. പുതിയ തലമുറ കാണുന്നത് 19 വയസ്സുള്ള, 20 വയസ്സുള്ള, 21 വയസ്സുള്ള കുട്ടികൾ കാണുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയാണ്. അതല്ല മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാക്കിയ മാറ്റത്തെ കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ. നമ്മളൊരു സമൂഹത്തിലാണ് മാറ്റം ഉണ്ടാക്കിയത്. ഞങ്ങൾ അട്ടപ്പാടി നിയോജക മണ്ഡലം, അട്ടപ്പാടി വണ്ണാരക്കാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗം 3 മണ്ഡലങ്ങളിൽ 3 പഞ്ചായത്തുകളിൽ വോട്ട് ചോദിക്കാൻ മലയാളത്തിൽ മഹാഭൂരിപക്ഷം സ്ഥലത്ത് വോട്ട് ചോദിക്കാൻ പറ്റില്ല. വേപ്പാട് കോടി ഏണി ചിഹ്നത്തിൽ വോട്ട് പോടുന്നു എന്ന് പറയണോ പോയതേ, അല്ലാതെ കോണി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ചോദിക്കുകയും. അവിടെ സഖാവ് AKG ഏറ്റെടുത്തൊരു സമൂഹമുണ്ട്. നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. AKG ഏറ്റെടുത്തൊരു സമൂഹമുണ്ട്. AKG അട്ടപ്പാടിയിൽ ആദിവാസികൾക്ക് വിളിച്ചു കൊടുത്തൊരു മുദ്രാവാക്യമുണ്ട്. ഏങ്ക ഭൂമി എങ്ങക്കെന്ന്, നിങ്ങളെ ഭൂമി നിങ്ങൾക്കെന്ന്. ഇന്നും അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഭൂമി പ്രശ്നം തീർന്നിട്ടില്ല. പക്ഷേ നമ്മൾ അഭിമാനത്തോടു കൂടി പറയണം, CH ഏറ്റെടുത്തത്, CH വിളിച്ചു കൊടുത്തത് കേരളത്തിൽ പ്രാവർത്തികമാക്കി. അടുത്തൊരു സർവകലാശാലയെ കുറിച്ച് ലീഗ് ചിന്തിക്കുന്ന, മലയാളി ചിന്തിക്കുന്ന കാലത്തിലേക്ക് ഈ മലപ്പുറം ജില്ലയെ, കേരളത്തെ മാറ്റിയെടുക്കാൻ സാധിച്ച നേതാവും പാർട്ടിയും മുസ്ലിം ലീഗാണെന്ന് പറയണം. നമ്മളിവിടെ അടുത്ത സർവകലാശാലയെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മുസ്ലിം ലീഗിനെ സ്വീകരിക്കാത്ത സംസ്ഥാനങ്ങൾ. അവിടെ ആലോചിക്കുന്നത് എന്താണ്? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവും, അതോടൊപ്പം തന്നെ അവർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ ഇന്നും കക്കൂസില്ലാത്ത പ്രദേശങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഈ മാറ്റം ഉണ്ടാക്കിയത് നാം വീണ്ടും പറയണം. ആകാശത്തെ മാലാകമാർ 14-ാം ഡാമിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്നതല്ല. നമുക്ക് മുമ്പേ നടന്ന നമ്മുടെ പൂർവികർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വാപ്പമാർ, നമ്മുടെ ജ്യേഷ്ഠന്മാർ അവർ വിളിച്ച മുദ്രാവാക്യമാണ്, അവരുടെ വേർപ്പാണ് കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് തിരിച്ചു പറയാൻ കൃത്യമായി നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചുകൊണ്ട് നമ്മൾ CH പരിചയപ്പെടുത്തിയാൽ, CD സാഹിബിനെ പരിചയപ്പെടുത്തിയാൽ, ബാഫക്കി തങ്ങളെ പരിചയപ്പെടുത്തിയാൽ, കണ്ണിന്റെ മുമ്പിൽ നിന്ന് മലയാളിയുടെ ഹൃദയം പറിച്ചുപോയ പ്രിയപ്പെട്ട ശിയാബ്ദങ്ങളെ പരിചയപ്പെടുത്തിയാൽ, പുതിയ തലമുറയോട് സംവദിക്കാതെ ആ തലമുറ രാഷ്ട്രീയ വിരോധം കൊണ്ട് രാഷ്ട്രീയം ഒരു മോശപ്പെട്ടതാണെന്ന് പറഞ്ഞു നിൽക്കുന്ന പുതിയ തലമുറയെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇതിനെല്ലാം വ്യത്യസ്തമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അതിന്റെ ചുമതലപ്പെട്ടവരാണ് ഈ യോഗത്തിൽ ഇരിക്കുന്ന ഞാൻ നിങ്ങളുമെല്ലാം. അതിന് നമ്മൾ CH മാത്രം പരിചയപ്പെടുത്തിയാൽ മതി. CH മാത്രം പരിചയപ്പെടുത്തിയാൽ മതി. നമ്മുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ഏറ്റവും വലിയ കുടിയേറ്റം ഏതാണ്? വിദ്യാർത്ഥികളുടെ കുടിയേറ്റമാണ്. എന്താണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ എവിടേക്കാണ് പോകുന്നത്? ഫോറിൻ യൂണിവേഴ്സിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ, വിദേശ സർവകലാശാല കേരളത്തിൽ ഇല്ലാത്തതിന്റെ പേരിൽ, മുസ്ലിം ലീഗ് ഭരിക്കുമ്പോ, UDF ഭരിക്കുമ്പോ, അബ്ദുറബ്ബ് ഭരിക്കുമ്പോ നമ്മൾ ഈ കാര്യം ആലോചിച്ചതാണ്. വിദേശ സർവകലാശാല അന്ന് SFI-യും CPM-ന്റെയും സമരം കാരണം അത് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും കുട്ടികൾ ഇന്ത്യക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഏറ്റവും വലിയ വിദ്യാർത്ഥി കുടിയേറ്റം നടക്കുന്നു. നമ്മുടെ നാട്ടിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലെ മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കേണ്ടി വരുന്നു. നമ്മൾ 10 വർഷം 9 വർഷം കേരളത്തിന്റെ അധികാര കേന്ദ്രത്തിൽ മാറി നിന്നപ്പോ 20 കൊല്ലം വിദ്യാഭ്യാസ രംഗത്തെ പുറകോട്ട് വലിച്ചു ഈ ഗവൺമെന്റ്. മുസ്ലിം ലീഗാണ് കേരളം ഭരിക്കുന്ന പങ്കാളിത്തമുള്ള ഗവൺമെന്റ് ആണെങ്കിൽ, നമ്മുടെ മുന്നണിയാണെങ്കിൽ, കേരളത്തിലെ ഈ കുട്ടികൾക്ക് അന്യ രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് അവിടെ അന്യ രാജ്യങ്ങളിൽ പോയിക്കൊണ്ട് ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് കുടിയേറ്റം നടത്തി അവിടെ ഗതികെട്ട് പഠിക്കേണ്ട കാലം ഉണ്ടായിരുന്നില്ല. അവർക്കിവിടെ ആവശ്യമായ സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ആവശ്യമായ കാലാനുസൃതമായ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. 9 വർഷം നമുക്ക് അഭിമാനത്തോടെ പറയാം. ലീഗില്ലാത്ത മന്ത്രിസഭ 9 വർഷം പിണറായി വിജയന്റെ ഭരണം തുടങ്ങിയപ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം മാത്രം ചർച്ച ചെയ്താൽ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ
മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്, നമ്മുടെ മുന്നണിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് CH പരിചയപ്പെടുത്തണം. CH എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളോട് ഒന്നും പറയേണ്ട കാര്യമല്ല. നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് പ്രസംഗം ഇവിടെ ഇരിക്കുന്ന ആളുകളെ കൂടുതൽ നടത്തുന്നുണ്ടെങ്കിലും പ്രസംഗിക്കാതെ നിങ്ങൾ പക്ഷേ ഇതല്ലാത്ത ഒരുപാട് ചരിത്രം CH ചരിത്രം ഇങ്ങോട്ട് പറയും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അളിയൊക്കെ നല്ല പാട്ട് പാടുന്ന ആരെ പറഞ്ഞു വെച്ചാൽ അളിയാക്കല്ലേ. അതുപോലെ നമ്മളിതിങ്ങനെ പറയണേ. നമ്മുടെ വീടുകളിൽ കുട്ടികളുണ്ട്. പുതിയ കുട്ടികളുടെ കാഴ്ച, പുതിയ കുട്ടികളെ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കണം. പുതിയ കുട്ടികളോട് നമ്മളിത് പറയണം. പുതിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നു. ഞാൻ തൊട്ടടുത്ത് 2 ദിവസം മുമ്പാണ് നമ്മുടെ നാട്ടില് ഒരു കുട്ടി, ഒരു +1 പഠിക്കുന്ന ഒരു ആൺകുട്ടി, ഉമ്മാനോടും ബാപ്പാനോടൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, രാത്രി ഭക്ഷണം കഴിച്ച് വളരെ സ്നേഹത്തോട് കൂടി കഴിയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് കുട്ടി സ്കൗട്ടിലുണ്ട്. സ്കൗട്ടിന്റെ കയറൊന്നും കൊണ്ടായിട്ട് കെട്ടി പഠിക്കാനാണെന്ന് പറഞ്ഞു. രാവിലെ ഞാനൊക്കെ ജീവി പോയ ഓടി വരികയാണ്. അത്യാവശ്യമായിട്ട് കുട്ടി ഓടി വരണം. ഈ കുട്ടി ഈ കയറിൽ തൂങ്ങി മരിച്ചു. 1 മാസം മുമ്പ് അലനല്ലൂരിൽ മറ്റൊരു കുട്ടി, അവരെ പ്രണയമുണ്ടായി. ആ പ്രണയത്തിന് പെട്ടെന്ന് വാപ്പാക്ക് കല്യാണം നിരാകരിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഉണ്ടാക്കട്ടെ, വാടക വീട്ടിൽ നിന്ന് മാറട്ടെ എന്ന് പറഞ്ഞ കുട്ടിക്ക് അത് സഹിച്ചില്ല. ആ കുട്ടി മരണപ്പെട്ടു. ഇന്ന് ഉച്ചക്ക് ഇന്നലെ ഒരു കുട്ടി വളരെ പെട്ടെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് തളർന്നു വീണ് മരിച്ചു. അത് സ്വാഭാവികമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിയോ ഒരു പ്രയാസവും കേൾക്കാൻ കഴിയാത്ത, സമൂഹത്തിനിടയിൽ ഇടപഴകാൻ കഴിയാത്ത ഒരുപാട് കുട്ടികൾ പ്രണയ നൈരാശ കൊണ്ട് മരിക്കാൻ ഇവിടെ ഒരുപാട് ഉപയോഗിക്കും. എന്തെങ്കിലും ഒരു കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ടില്ലേ ഈ കുട്ടി മരിക്കുക. ഞങ്ങളുടെ പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഒരു കുട്ടി മരിച്ചത് ടൂർ പോകാൻ പൈസ കൊടുക്കാറില്ല. ടൂർ പോകാൻ പൈസ കൊടുത്ത് ഇംഗ്ലീഷിന്റെ അടുത്ത കുട്ടി മരിച്ച ടൂർ പോകാൻ പൈസ കൊടുക്കാറില്ല. നമ്മൾ പുതിയ വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം. പുതിയ വിഷയങ്ങൾ അഡ്രസ് ചെയ്ത് ഈ കുട്ടികളുടെ ഈ മനോഭാവത്തെ കുറിച്ച് പറയണം. രാസലഹരി കേരളത്തിലേക്ക് കടന്നു വരുന്നു, കുട്ടികളിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളൊക്കെ പാലക്കാട്, മണ്ണാർക്കാട് അതിനെ കൃത്യമായി ഞങ്ങൾ പ്രതിരോധിച്ചു. ചില ആളുകൾ രാഷ്ട്രീയപരമായിക്കൊണ്ട് മണ്ണാർക്കാട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ആധിപത്യം തകർക്കാൻ വേണ്ടി ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തിയപ്പോൾ കൃത്യമായി മുസ്ലിം ലീഗ് ഇടപെട്ടു. പുതുതായി വന്നിട്ടുള്ള ബീവറേജ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സമരം നടത്തിക്കൊണ്ട് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി MLA-നോട് ചർച്ച നടത്തിയവർ നടത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞു. കല്ലൂർ സ്കൂളിൽ കല്ലൂർ കോളേജിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇപ്പോ ലഹരിയുടെ അബ്ബ നമ്മുടെ പ്രദേശങ്ങളൊക്കെ മണം കേൾക്കൂല, മണം ഉണ്ടാവില്ല, തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് CH അനുസ്മരണത്തിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്കറിയാം കുട്ടികൾ ഇങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയം എന്നത് കുട്ടികൾക്ക് പ്രശസ്തമേയല്ല, നാടെന്നത് പ്രശസ്തമല്ല, കുടുംബം എന്നത് പ്രശസ്തമല്ല. അവരെ സ്വപ്നം കണ്ടുകൊണ്ടാണ് കുടുംബങ്ങൾ, രക്ഷിതാക്കൾ ജീവിക്കുന്നതെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് നമ്മളില്ലാതെയാകുന്നു, ഉമ്മയില്ലാതെയാകുന്നു, ഇപ്പയില്ലാതെയാകുന്നു, കുടുംബമില്ലാതെയാകുന്നു, പോറ്റി വളർത്തിയവരില്ലാതെയാകുന്നു. കുട്ടികളുടെ സ്വപ്നങ്ങളിൽ നിന്ന് കുടുംബം തന്നെ മാഞ്ഞു പോകുന്ന, കുടുംബത്തിന് സ്ഥാനമില്ലാത്ത കാലത്ത് ഇതിനെ അഡ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടി നമ്മളാണ്. നമുക്കാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുക. നമുക്കാണ് മതപരമായും രാഷ്ട്രീയപരമായും ഇടപെടാൻ പറ്റുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അത്. നമ്മൾ അത് ഏറ്റെടുക്കണം. അത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യണം. കൃത്യമായിക്കൊണ്ട് ഈ ലഹരിക്കെതിരായിക്കൊണ്ടുള്ള പോരാട്ടം നടത്തണം. അങ്ങനെ പോരാട്ടം നടത്തുന്ന പ്രതിസന്ധി ഉണ്ടാകും. നമ്മുടെയൊക്കെ വളരെ മോശപ്പെട്ട ചർച്ചകൾ നമ്മുടെയൊക്കെ പേരിൽ വരും. ഞങ്ങളുടെ പ്രദേശത്ത് ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും അവസാനം വലിയ പ്രശ്നങ്ങൾ അലനല്ലൂർ ടൗണിലുണ്ടായിരുന്നു. എല്ലാ പ്രദേശങ്ങളിലും ഈ ലഹരി മാഫിയ പുതിയ കുട്ടികളെ കവർന്നു നിന്നുമ്പോൾ ആ കുട്ടികളെ രാഷ്ട്രീയം പഠിപ്പിക്കുക, അതോടൊപ്പം തന്നെ സദാചാര ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ, പുനർനിർമ്മിക്കാൻ, നമ്മുടെ നല്ല നന്മയുള്ള ഒരു സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടിക്കൊണ്ട് ഈ CH-നെ പുതിയ തലമുറയോട് പരിചയപ്പെടുത്തുന്ന ഈ ഒരു പരിപാടി നമ്മുടെ പ്രാദേശിക തലത്തിലേക്ക് മാറ്റിയെടുത്ത് പുതിയ തലമുറയെ നമുക്കിത് കേൾപ്പിക്കാൻ, അവരെ ഇത് പഠിപ്പിക്കാൻ. ഇങ്ങനെ കേരളം ഇങ്ങനെയായിരുന്നു, നമ്മളൊന്നുമല്ലാത്തവരായിരുന്നു, നമ്മളൊന്നും ഇല്ലാത്തവരായിരുന്നു, നമ്മൾ ആരും അംഗീകരിക്കാത്തവരായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുത്തിട്ടില്ല, ദേശീയ പാർട്ടികൾ ഏറ്റെടുത്തിട്ടില്ല, സംസ്ഥാന പാർട്ടികൾ എടുത്തിട്ടില്ല. നമ്മളെ മുന്നണിയിൽ എടുക്കാൻ വിസമ്മതിച്ച കാലം ഉണ്ടായിട്ടുണ്ട്, നമ്മളെ മന്ത്രിയാക്കാൻ വിസമ്മതിച്ച കാലം ഉണ്ടായിട്ടുണ്ട്, നമ്മളെ സ്പീക്കറാക്കാൻ ലീഗിന്റെ അംഗത്വം രാജിവെക്കണമെന്ന് പറഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറം ജില്ല ചോദിച്ചപ്പോൾ പാകിസ്ഥാന്റെ പട്ടാളം വരുമെന്ന് പറഞ്ഞ് നമ്മൾ അപമാനിച്ചവരുണ്ട്. അവരിലൊക്കെയാണ് CH-ലൂടെ ഈ 77 കൊല്ലക്കാലത്തിൽ നാം ഉണ്ടാക്കിയ മാറ്റത്തെ കുറിച്ച് പുതിയ തലമുറയോടൊന്ന് സംവദിക്കാൻ ഞാനും നിങ്ങളുമല്ലാതെ ആര് പറയാൻ?
ഇതിനേക്കാൾ ചരിത്രം പറയുന്നവർ വായിക്കുന്നവർ പരന്ന വായനയുള്ളവർ ഒരുപക്ഷെ ഈ സദസ്സിൽ ഉണ്ടാകാം. പക്ഷേ പുതിയ തലമുറയോടാണ് നാം സംവദിക്കേണ്ടത്. അങ്ങനെ സംവദിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആ കാഴ്ചപ്പാടിൽ സംസ്ഥാനത്തുണ്ടായ പുരോഗതി, മലബാറിലുണ്ടായ പുരോഗതി, മലപ്പുറം ജില്ലയിൽ ഉണ്ടായ പുരോഗതി എല്ലാം നമുക്ക് പുതിയ തലമുറയോട് സംവദിക്കാൻ സാധിക്കണം. ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ ഇന്നും കേരളത്തിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരികയാണെങ്കിൽ വിദ്യാഭ്യാസം ആർക്കെന്ന ചോദ്യമില്ല. ഒരൊറ്റ തവണയാണ് TM ജേക്കബിന് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ മുസ്ലിം ലീഗ് ഒരു കാലത്തും എന്നൊക്കെ അധികാരം കിട്ടിയോ വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് തന്നെ ഏറ്റെടുക്കാനാണ് പതിവ്. അത് ഏറ്റെടുക്കുമ്പോ അതിനേക്കാൾ നല്ല വകുപ്പുകളുണ്ട്. നല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുന്ന നിരവധി ഫണ്ട് ശേഖരിക്കാൻ പറ്റുന്ന വകുപ്പുകളുണ്ട്. പക്ഷേ ഈ വകുപ്പ് നമ്മൾ ഏറ്റെടുക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസ പുരോഗതിക്ക് വെച്ചുകൊണ്ടാണ്. വിദ്യാഭ്യാസം കച്ചവടം ഒരു കച്ചവടവും നടക്കുന്നില്ല എന്ന് വർത്തമാന കാലത്ത് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. പക്ഷേ നമ്മൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ സംഘടനകളോട് നമുക്ക് പറയാൻ സാധിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ നടത്താൻ കേരളത്തിൽ സാധിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ഇടപെടലുമാണ്. അവർക്കും തന്നെ ആകാശത്തെ മാലാഖമാർ, ഇതാ നിങ്ങൾക്ക് മുസ്ലിം സമുദായമേ എഞ്ചിനീയറിംഗ് കോളേജ്, ഇതാ നിങ്ങൾക്ക് BEd സെന്റർ, ഇതാ നിങ്ങൾക്ക് സയൻസ് ആർട്സ് കോളേജ് എന്ന് പറഞ്ഞ് ഒരു തമ്പുരാനും കിട്ടിയതല്ല. കൊടുത്തതൊക്കെ ലീഗ് വാങ്ങിക്കൊടുത്തതാണ്. എല്ലാവർക്കും ലീഗ് നേടിക്കൊടുത്തതാണ്. അനേക സംഘടനകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം മുസ്ലിം ലീഗിന്റെ പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും MSFകാരുടെ മുദ്രാവാക്യത്തിന്റെയും യൂത്ത് ലീഗുകാരുടെ സമരത്തിന്റെയും നിയമസമാജകരുടെ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലെ ഇടപെടലിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടിന്റെയും ഫലമായി കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ പുരോഗതി ഈ സമൂഹത്തിൽ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് ഇനിയും CH-നെ അറിയാത്ത പുതിയൊരു തലമുറയോട് CH-നെ കുറിച്ച് പഠിപ്പിക്കാൻ, CH-നെ കുറിച്ച് പറയാൻ, അവരോട് CH-നെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് വർത്തമാന കാലത്ത് പുസ്തകങ്ങളിൽ മാത്രമല്ല ഓൺലൈനിലും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലുമൊക്കെ എങ്ങനെയാണ് CH-ന്റെ ചരിത്രം പുതിയ തലമുറയിലേക്ക് എത്തിക്കാമെന്ന് കൃത്യമായും മനസ്സിലാക്കി അത് കൃത്യമായും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല നേതൃത്വവും താഴെക്കൂടുന്നുണ്ട്. നിങ്ങൾക്കത് സാധിക്കും. പുതിയ തലമുറയിലേക്ക് എന്താണ് CH എന്തെന്ന് പരിചയപ്പെടുത്തി, എന്താണ് CH ഉണ്ടാക്കിയ മാറ്റം എന്ന് പരിചയപ്പെടുത്താൻ, പുതിയ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്താൻ സാധ്യമാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ. അത് സാധ്യമാക്കി പുതിയ തലമുറയിലേക്ക് സംവദിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെ ശക്തിയാക്കട്ടെ. ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ ഈ പ്രവർത്തനം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിന് മുന്നേറ്റം നടത്താൻ, നമുക്ക് നഷ്ടപ്പെട്ട പഞ്ചായത്തിന്റെ ആധിപത്യം, പഞ്ചായത്തിന്റെ രാഷ്ട്രീയ ആധിപത്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന നല്ല വിഭവശേഷിയുള്ള നല്ല വിഭവങ്ങളുള്ള ഒരു പഞ്ചായത്താണ് താഴെക്കോട് പഞ്ചായത്ത്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രതിജ്ഞയായി മഹാനായ CH-ന്റെ ഈ ഓർമ്മ ദിനം ഉപയോഗപ്പെടുത്തട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്വാമി.